ഇതിൻ്റെ കസിൻ്റെ വീട്ടിലൊരു ചാമ്പമരമാണ്. അത്യാവശ്യം നല്ല അടിപൊളി ചാമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു മരമാണ്. അപ്പോൾ ഇതിന്മേന്ന് കുറച്ച് തൈകൾ ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. എയർ ലെയറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അതപ്പോൾ ഇതിന്മേൽ ഒരു സെക്ഷൻ പറിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ അടുത്ത സെക്ഷൻ ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന്മേന്ന് കുറച്ച് എയർ ലെയറിങ് ചെയ്ത് തൈകൾ ഉണ്ടാക്കുകയാണ്. ആ പരിപാടിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നല്ല രസമുള്ള ചാമ്പ കേട്ടോ, ഇത് ലഹരി ചാമ്പയാണ്. പച്ച കളറായിരിക്കും, നല്ല മധുരമുണ്ട്, അടിപൊളിയാണ്. അത്യാവശ്യം മൂപ്പുള്ള കായ് ഉണ്ടായ ഒരു കൊമ്പാണിത്. അപ്പോൾ ഈ കൊമ്പിൻ്റെ ഒരു കൊമ്പിനാണ് നമ്മൾ ഇതിനൊരു തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താ വെച്ചാൽ ഇങ്ങനെ ഈ പൊന്തി നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് വേര് പെട്ടെന്ന് വരിക, ഒരു തുടിപ്പ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ബാക്കിലായിട്ട് ഒരു 2 ഇഞ്ച് സൈസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ തൊലി പൂർണ്ണമായിട്ടും കട്ട് ചെയ്തെടുക്കുക, തോനൊന്നും വേണ്ട. ഒരു 2 ഇഞ്ച് സൈസിൽ എന്ത് ചെയ്യുക, തൊലി പൂർണ്ണമായിട്ടും കട്ട് ചെയ്തെടുക്കുക. ഈ 2 ഇഞ്ച് കനത്തിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്യുക. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഭാഗം ഒന്ന് ഇതിൻ്റെ ഈ പുറത്തുള്ള സ്കിന്ന് ചുരണ്ടിക്കളയുക. ഇപ്പോൾ ഒരു 2 ഇഞ്ച് സൈസിൽ എന്ത് ചെയ്ത് ഇങ്ങനെ ഇത് തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഇത് നമ്മളെ അലവേരൻ്റെ ജെല്ല്. ഇത് കത്തിമലും കുറച്ച് ഇതിമലും ആക്കണത് നല്ലതാണ്. എന്താ വെച്ചാൽ ഫംഗസ് ഉണ്ടാവുന്നത് തടയും. അല്ലാതെ ഇത് വലിയൊരു മാജിക്കൊന്നുമല്ല. പെട്ടെന്ന് ഫംഗസിൻ്റെ ഇൻഫെക്ഷൻസ് കത്തിമലുണ്ടെങ്കിലും ഈ ചെടിമലുണ്ടെങ്കിലും എന്ത് ചെയ്യും, ഇത് തടയും. അല്ലാതെ ഇതൊരു മാജിക്കൊന്നുമല്ല, വേര് വരാനുള്ള പ്രത്യേക മന്ത്രമൊന്നുമല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ 2 അറ്റത്തും കുറച്ച് എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഉള്ളിലേക്ക് മുറിച്ച്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കും. കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മുറിച്ച് വെച്ചാൽ കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കും. ഇത് ഞാൻ നല്ല ചുമന്ന മണ്ണും ചാണകപ്പൊടി മിക്സാക്കി വെച്ചതാണ്. കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ കവർ എടുത്തിട്ട് കുറച്ച് ചകിരിച്ചോറ് ഇതിൻ്റെ അടിയിലിങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ച് ചകിരിച്ചോറ് അടിയിൽ വെച്ച് കൊടുക്കുക. ഈർപ്പം നിലക്കാനൊക്കെ ചകിരിച്ചോറ് നല്ലതാണ്. എന്നിട്ട് ഈ സാധനം നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ വേര് വരേണ്ടത്. ഇവിടെ നിന്നാണ് ഇതിന് വേര് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ സെൻറ്ററിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ വെക്കുക. അത് കുറച്ചും കൂടി ചെറിയ കവറാണ് വേണ്ടത്. ഇതിന് കിട്ടിയത് കുറച്ച് വലിയ കവറാണ്. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് ഈ മണ്ണെടുക്കുക. ഈ മണ്ണ് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടിയിൽ ചകിരിച്ചോറ് പുറത്ത് മണ്ണ് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ ഇങ്ങോട്ട് ടൈറ്റാക്കി വെക്കുക. അതിൻ്റെ ശേഷം കുറച്ചും കൂടി മണ്ണെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക. അതിൻ്റെ ശേഷം നമ്മളെടുത്ത ഈ കുറച്ച് ചകിരിച്ചോറ് അതിൻ്റെ മുകളിൽ വെക്കുക. ഈ ചകിരിച്ചോറും മണ്ണും വെച്ച് കെട്ടിയിട്ട് ഈ കവറിൽ നല്ല ടൈറ്റാക്കി പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടി വെക്കുക. ഒരു 20-25 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, ഇതിലേക്ക് മുള വരും. ഈ മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് ജലാംശം കൊടുക്കണം, ചെറുതായിട്ടൊന്ന് നനക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ കെട്ടി എവിടെ ഒന്ന് എന്ത് ചെയ്യുക, നല്ല ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. അതേപോലെ ഇതുണ്ടോ, നല്ല ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുക. ഇതൊന്ന് നല്ല എന്ത് ചെയ്യുക, ടൈറ്റായി കെട്ടി കൊടുക്കുക. 2 തലക്കലും കെട്ടിയിട്ട് പിന്നെ ജസ്റ്റ് കയറൊന്ന് വരിഞ്ഞ് ചുറ്റി കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളെ എയർ ലെയറിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇതുണ്ട്, അത്യാവശ്യം നല്ല വലിയൊരു ചാമ്പമരമാണ്. അപ്പോൾ ഇതിന്മേന്ന് തൈ ഉണ്ടാക്കിയെടുക്കൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേണം എയർ ലെയറിങ്. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ വീണ്ടും കാണാം.